ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എലമെൻ്ററി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. നമ്മൾ സിഗ്നൽസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സിഗ്നൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ യൂണിറ്റ് സ്റ്റെപ്പ് സീക്വൻസ്. യൂണിറ്റ് സ്റ്റെപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇൻപുട്ട്, അതായത് യു ഓഫ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ യു ഓഫ് എൻ എന്നാണ് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുക സ്റ്റെപ്പ് ഇൻപുട്ടിനെ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എന്നിൻ്റെ വാല്യൂ 0 തൊട്ടിട്ട് അതിൻ്റെ മേലെ വരുന്ന എല്ലാ പോയിന്റ്സിലും വാല്യൂ എത്ര വരുന്നത്? നമുക്ക് 1 ആയിരിക്കും വരാം യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ. ആൻഡ് ബാക്കിയുള്ള എല്ലാ സമയത്തും n ലെസ് ദാൻ 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ n ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ ഈ ഇവിടുന്ന് താഴെയുള്ള എല്ലാ പോയിന്റിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ യു ഓഫ് എൻ എക്സിസ്റ്റ് ചെയ്യുക, അതായത് അതിൻ്റെ വാല്യൂ 1 ആവുക എപ്പോഴായിരിക്കും? ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ സ്റ്റെപ്പ് സീക്വൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്തത് യൂണിറ്റ് റാമ്പ് സീക്വൻസ്. റാമ്പ് സീക്വൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർ ഓഫ് എൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? n ആയിരിക്കും വരിക ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതർവൈസ് അത് n ലെസ് ദാൻ 0 എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരിക. അപ്പോൾ ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെ എന്നിനെ നമ്മൾ 0 ഇട്ട് കൊടുത്ത് നോക്കുക, അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1, 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2, അങ്ങനെയായിരിക്കും വാല്യൂ വരിക. നമ്മളത് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, 1 ആകുമ്പോൾ 1, 2ൽ അതിൻ്റെ വാല്യൂ 2, 3ൽ അതിൻ്റെ വാല്യൂ 3, 4ൽ 4, അതുപോലെ 5ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ആൻഡ് ഈ 0ൻ്റെ താഴെയുള്ള എല്ലാ പോയിന്റ്സിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് അവിടെ n ലെസ് ദാൻ 0 എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് റാമ്പ് സിഗ്നൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആർ ഓഫ് ടി സിക്വൽ ടു ടി ആയിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സും എടുക്കും, ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് എടുക്കുള്ളൂ. അപ്പോൾ സപ്പോസ് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? അവിടെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കിട്ടും. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്ക്രീറ്റ് പോയിന്റ്സിലായിരിക്കും അവിടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ യൂണിറ്റ് റാമ്പ് സീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്തത് യൂണിറ്റ് സാമ്പിൾ സീക്വൻസ്. ഇപ്പോൾ യൂണിറ്റ് സാമ്പിൾ സീക്വൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഇമ്പൾസ് സീക്വൻസ് എന്ന് നമ്മളവിടെ പറയും. അപ്പോൾ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽ ഓഫ് എൻ എന്നാണ്. അപ്പോൾ ഡെൽ ഓഫ് എന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അത് എപ്പോഴാണെന്ന് വെച്ചാൽ n ഈസ് ഈക്വൽ ടു 0ൽ മാത്രമാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ ഡെൽ ഓഫ് n ഈസ് ഈക്വൽ ടു 1 ഫോർ n ഈസ് ഈക്വൽ ടു 0. അതർവൈസ് ദൻ നോട്ട് ഈക്വൽ ടു 0ൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരിക. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ ഇതാണ് 0 എന്ന് പറഞ്ഞ പോയിന്റ്, ആ പോയിന്റിൽ മാത്രമായിരിക്കും ആ സിഗ്നൽ 1 ആവുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള അതിന് n ഗ്രേറ്റർ ദാൻ 0ലും n ലെസ് ദാൻ 0ലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് അവിടെ ഡെൽ ഓഫ് n എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെൽ ഓഫ് n എങ്ങനെയായിരിക്കും കിട്ടുക? അതായത് യു ഓഫ് n എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണ് ഡിസ്ക്രീറ്റ് ടൈമിലെ. ഇപ്പോൾ യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഓഫ് എൻ കിട്ടും. അതായത് യു ഓഫ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് ടൈം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് തന്നെയാണ്. അപ്പോൾ ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 1 ആണ്. ആൻഡ് സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എൻ ഡെൽ ഓഫ് എൻ മൈനസ് എൻ 0 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ നമുക്ക് എച്ച് ഓഫ് എൻ 0, അതായത് ഈ n0 നമ്മൾ എച്ച് ഓഫ് എന്നിന് പകരം അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ എച്ച് ഓഫ് n0 എന്നാണ് വരും. ഇതാണ് അവിടെ പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് സാമ്പിൾ സീക്വൻസ് എഴുതുക. ഇനി അടുത്തത് എക്സ്പോണൻഷ്യൽ സീക്വൻസ്. എക്സ്പോണൻഷ്യൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ എന്നാണ് ഫോർ ഓൾ എൻ. അപ്പോൾ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ സീക്വൻസ് ഗ്രോസ് എക്സ്പോണൻഷ്യലി. പറയുമ്പോൾ നമുക്ക് കണ്ടില്ലേ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? എക്സ്പോണൻഷ്യലി ഇങ്ങനെ റൈസ് ചെയ്യാണ്. ഇതാണ് എ ഗ്രേറ്റർ ദാൻ 1നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളോട് വരച്ചിട്ടുള്ളത്. ഇതാണ് സീക്വൻസ്. നമ്മൾ ഇത് ഈ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അത് എക്സ്പോണൻഷ്യലി റൈസ് ചെയ്യണതായിട്ട് നമുക്കവിടെ കിട്ടും. ഇതാണ് എ ഗ്രേറ്റർ ദാൻ 1 കേസിൽ. ഇനി എ 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1, അതായത് എയുടെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ അവിടെ വാല്യൂ വരുന്നത് സീക്വൻസ് ഡി കെ എക്സ്പോണൻഷ്യലിയാണ് നമുക്കവിടെ കിട്ടുന്നത്. അതായത് അതിൻ്റെ വാല്യൂവിനെ കുറഞ്ഞുകൊണ്ട് വരും എക്സ്പോണൻഷ്യലി. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 0 ലെസ് ദാൻ എ ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. ഇത് ഡിക്കേയിങ് സിഗ്നലാണ്. ഇനി എ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ ടേക്സ് ഓൾട്ടർനേറ്റിംഗ് സൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ അവിടെ അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് വരും. അതാണ് അവിടെ ആ ഒരു കേസ് എന്ന് പറയുന്നത്. അടുത്തത് സൈനസോയ്ഡൽ സിഗ്നൽ. അപ്പോൾ സൈനസോയ്ഡൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ എച്ച് ഓഫ് എൻ നമ്മൾ എ കോസ് ഒമേഗ 0 n പ്ലസ് 5 എന്നാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഒമേഗ 0 എന്ന് പറയുന്നത് ഫ്രീക്വൻസിയും n5 എന്ന് പറയുന്നത് ഫേസ് ആണ്. നമുക്ക് സൈൻ വേവ് ഉണ്ടല്ലോ, അതേ ഷേപ്പ് തന്നെ ആയിരിക്കും വരാം, പക്ഷെ നമുക്ക് അതേ എല്ലാ പോയിന്റ്സും ഇല്ലാന്ന് മാത്രം. കണ്ടിന്യൂസ് ടൈം സിഗ്നലിലെ പോലെ ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ ഇങ്ങനെ ഒരു സൈൻ വേവിൻ്റെ ഷേപ്പ് നമുക്കിവിടെ കിട്ടും.
നമുക്ക് അതിൻ്റെ എന്നിൻ്റെ വാല്യൂസാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മളിവിടെ ഇത് പോസിറ്റീവ് വാല്യൂസും ഇത് നെഗറ്റീവ് വാല്യൂസും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എല്ലാ പോയിന്റും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സൈൻ വേവിൻ്റെ ഷേപ്പ് നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ സൈൻസോയിഡൽ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ സിഗ്നൽ. അപ്പോൾ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ഇ റേസ് ടു ജെ ഒമേഗ 0n+5 എന്നാണ്. ഇത് ഇ റേസ് ടു ജെ തീറ്റ ഫോമാണ്. ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയാണ് വരുന്നത്. അതോടെ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ തീറ്റയ്ക്ക് പകരമാണ് ഇവിടെ ഒമേഗ 0n+5 വരുന്നത്. സോ എ റേസ് ടു എൻ ഇൻറ്റു കോസ് ഒമേഗ 0n+5 പ്ലസ് ജെ സൈൻ ഒമേഗ 0n+5 എന്ന് വരും. അതിന് ഇപ്പോൾ മോഡ് എ എന്ന് പറയുന്നത് ഇതാണ് എ എന്ന് പറയുന്നത്. ആ മോഡ് എ ലെസ് ദാൻ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് സൈൻസോയിഡലായിട്ട് മാറും. ആൻഡ് മോഡ് എ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ ആയിരിക്കും കിട്ടുക. ആൻഡ് മോഡ് എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ ഇൻക്രീസസ് എക്സ്പൊണൻഷ്യലി. ഇങ്ങനെയാണ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ സിഗ്നലിൻ്റെ നമ്മൾ എഴുതാം.